ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായ ടർക്കിഷ് റൊമാൻറ്റിക് കോമഡി ഡ്രാമയായ ഡേ ഡ്രീമറിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഇതൊരു റൊമാൻറ്റിക് കോമഡി ക്യൂട്ട് മൊമെൻറ്റ്സ് എല്ലാം മിക്സായ ഒരു സൂപ്പർ ഫീൽ ഗുഡ് സീരീസാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാത്ത എല്ലാവരും വീഡിയോ കാണണേ. സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇൻട്രോ സോങ്ങിൽ നിന്നാണ്. അതിൽ നമ്മളെ ഹീറോയിനെയാണ് ഫസ്റ്റ് കാണിക്കുന്നത്. സനം എന്നാണ് ഹീറോയിൻ്റെ പേര്. സനം എന്ന് പറയുമ്പോൾ ഒരു ഡ്രീം വേൾഡിൽ ജീവിക്കുന്ന ഒരാളാണ്. ഫസ്റ്റ് സോങ്ങിൽ തന്നെ ഇമാജിനേഷനിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് റിയാലിറ്റിയിലോട്ട് എത്തുമ്പോഴത്തേക്ക് സനം ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്. ഞാൻ ഡാൻസ് ചെയ്ത ആൾക്കാരില്ല, ആരെയും കാണുന്നില്ലല്ലോ. റിയാലിറ്റിയിലോട്ട് വരുമ്പോഴത്തേക്ക് അവരുടെ ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്ത് സനം അങ്ങനെ സനമിൻ്റെ ഡയറി എടുത്ത് ഇമാജിനേഷനിലുള്ള കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുസാഫിർ വരുന്നത്. മുസാഫിർ വന്നിട്ട് പറയുന്നുണ്ട് സനമായിട്ടുള്ള കല്യാണം ഉടനെ നടക്കും, വീട്ടിൽ സനമിൻ്റെ അമ്മയെ സമ്മതിച്ചിട്ടുണ്ട്, അപ്പോൾ ഇന്ന് വീട്ടിലോട്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സനം ഇത് വിശ്വസിക്കാതെ അപ്പോഴേ ഷോപ്പിൽ നിന്ന് ഇറങ്ങി സനം വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ ഒരു ജോലി മേടിക്കുന്നില്ലെങ്കിൽ ഇത് അമ്മയെടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ പറയുന്നുണ്ട്, നീ ഫസ്റ്റ് ഒരു ജോലി കണ്ടുപിടിച്ചില്ലെന്നുണ്ടെങ്കിൽ നിൻ്റെ കല്യാണം ഉറപ്പിക്കും, ഫസ്റ്റ് കല്യാണം നടത്തി വിടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സനം പറയുന്നുണ്ട്, എനിക്ക് കല്യാണം കഴിക്കണ്ട. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എന്നാൽ ഒരു ജോലി ശരിയാക്കുക. അങ്ങനെ സനം ആ പ്രഷറിൽ ജോലി നോക്കുമ്പോഴാണ് സനത്തിൻ്റെ ചേച്ചിയുടെ കമ്പനിയിൽ ഒരു വേക്കൻസി ഉള്ളതായിട്ട് കാണുന്നത്. അങ്ങനെ സനവും ചേച്ചിയും കൂടി ആ കമ്പനിയിൽ ഒരു അഡ്വർടൈസിങ് കമ്പനിയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഇൻ്റർവ്യൂവിന് പോവുകയാണ്. ഇങ്ങനെ കോപ്പറേറ്റീവ് കമ്പനിയിലൊന്നും ജോലി ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പോൾ സനം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ചുറ്റുപാട് നോക്കുന്നുണ്ട്, ഞാൻ ഇനി എങ്ങനെ ഇവിടെ വർക്ക് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സീനിലൊക്കെ കാണിക്കുന്നുണ്ട് ഒരുപാട് ബിസിയായി എല്ലാവരും കമ്പനിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, ഭയങ്കര ബിസിയാണ്. അപ്പം സനം ആലോചിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ ഇവിടെ ജോലി ചെയ്യും എന്ന് സനം ആലോചിക്കുന്നുണ്ട്. ഫസ്റ്റ് സീനിൽ കാണിക്കുന്നത് എംബ്രിയാണ്. എംബ്രി എന്ന് പറയുമ്പോൾ നമ്മളെ കമ്പനി ഡയറക്ടറിൻ്റെ ഇളയ മകനാണ്. അപ്പോൾ എൻട്രി ഇങ്ങനെ ഒരാൾക്ക് കോൾ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഹീറോയുടെ പേരാണ് ക്യാൻ്റെ എൻട്രിയാണ് പിന്നെ കാണിക്കുന്നത്. എന്ന് പറയുമ്പോൾ അഡ്വഞ്ചറസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ട്രാവലറും ഒരു ഫോട്ടോഗ്രാഫറാണ്. എൻ്റെ ഇൻട്രോ സീനിന് ശേഷം കാണിക്കുന്നത് സനവും ലൈലയും നമ്മുടെ അസീസിൻ്റെയും എംബ്രിയുടെയും ക്യാബിനിൽ നിൽക്കുന്ന കാര്യമാണ്. സനം അവിടെ ടെമ്പററി സ്റ്റാഫായിട്ട് അവിടെ അപ്പോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ കുറച്ച് ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം സനം പറയുന്നുണ്ട്, എനിക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ടെന്ന്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എംബ്രി ഒരു മാഗസിൻ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഈ മാഗസിൻ വായിച്ചിട്ടുണ്ടോ എന്ന്. അപ്പം സനം പറയുന്നുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്നൊരു ടോപ്പിക്ക് എംബ്രി നോക്കിയിട്ട് അത് ഏത് പേജ് നമ്പറിലാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സനം കറക്റ്റായിട്ട് ആ പേജ് നമ്പർ പറയും. അപ്പോൾ ആ ക്യാരക്ടറിൽ ഇവർ നല്ല ഇമ്പ്രസ് ആവും. പിന്നീട് കാണിക്കുന്നത് നമ്മൾ അസീസ് സനമിനെ ഇൻവൈറ്റ് ചെയ്യുന്ന കാര്യമാണ് കാണിക്കുന്നത്. കാര്യം 14th ആനിവേഴ്സറിക്ക് അവരുടെ കമ്പനിയിലെ എല്ലാ സ്റ്റാഫിനെയും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അവരെ ആനിവേഴ്സറിക്ക് വരാൻ വേണ്ടി. അങ്ങനെ അതിന് ഇൻവിറ്റേഷൻ കഴിഞ്ഞ ശേഷം സനവും ലൈലയും താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് പോകുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ക്യാനിൻ്റെ ഓഫീസിലോട്ട് വരുന്ന എൻട്രിയാണ്. ക്യാൻ ഓഫീസിൽ വന്നിട്ട് അസീസും ബ്രദർ എൻട്രി ആയിട്ടൊക്കെ കുറച്ച് സംസാരിച്ചതിന് ശേഷം അസീസ് ക്യാൻ്റെ അടുത്ത് മാത്രമായിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മളെ കമ്പനിയിലെ സീക്രട്സ് ഒക്കെ ലീക്ക് ആവുന്നുണ്ട്, നമ്മളെ കമ്പനിയിലെ ഏതോ സ്റ്റാഫാണ് പുറത്ത് ലീക്കാക്കുന്നത്, അങ്ങനെ കുറച്ച് സംശയങ്ങളൊക്കെ അവർ തമ്മിൽ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് അതിന് ശേഷം കാണിക്കുന്നത് സനമിനെ ലൈലയാണ്. അവർ 14th ആനിവേഴ്സറിക്ക് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ആ സീനിൽ പിന്നീടുള്ള സീനിൽ അങ്ങനെയാണ്. പിന്നെ അവിടുത്തെ കൊളീഗിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ലൈല സനമിന്. ഈ സീനൊക്കെ വെച്ചിട്ടാണ് ലാസ്റ്റ് തീർക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡിൽ സനവും ക്യാനും നേരിട്ട് കാണുന്നില്ല, അവർ പരസ്പരം കാണുന്നില്ല ഫസ്റ്റ് എപ്പിസോഡിൽ. സെക്കൻഡ് എപ്പിസോഡാണ് ഇനിയുള്ള കഥയുടെ ടേണിംഗ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഡേ ഡ്രീമറിൻ്റെ എപ്പിസോഡ് 1 ഫുൾ എക്സ്പ്ലനേഷൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് എപ്പിസോഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ഉടനെ വരും. അതിനാണ് ഒരുപാട് സസ്പെൻസ് ആയിട്ടുള്ള ഇനിയുള്ള സ്റ്റോറിയുടെ ടേണിംഗ് പോയിന്റ് തന്നെ അടുത്ത എപ്പിസോഡിലാണ് കാണിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.